വിഷ്ണു വിഷ്ണു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളോട്, പുതിയ തലമുറയിലെ ആളുകളോട്, അവരെ സ്വാധീനിക്കുന്ന ആളുകളോടൊക്കെ നിരന്തരം സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ സന്തോഷത്തിനെയും ആഘോഷത്തിനെയും ഒക്കെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനും ആളുകളെ സന്തോഷിപ്പിക്കാനും കുട്ടികളെ സന്തോഷിപ്പിക്കാനും ഒക്കെയാണ് ശ്രമിക്കാറുള്ളത്, അല്ലേ? എവിടെ വെച്ചാണ് നമ്മൾ ഈ കുട്ടികളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുക? ഈ നമ്മൾ കാണുന്ന സന്തോഷത്തിനും ആഘോഷത്തിനും അപ്പുറത്ത് ഒരു ക്രിമിനൽ സ്വഭാവം വളർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും? കാരണം ഏറ്റവും കൂടുതൽ നല്ല മുഖമല്ലേ കുട്ടികളാണെങ്കിലും പ്രകടിപ്പിക്കുക. ഇതിനൊരു സാഹചര്യം വരുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും അതിനെ ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി പരിശീലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവരുടെ അറിവിനെ ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് അത് അലൈൻ ആവുന്നത് എന്നത് കുറച്ചും കൂടി എവിടെയാണ് അവരുടെ ക്രിമിനൽ സാധ്യത തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്ന് നടന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം മാത്രം എടുത്താൽ അവർ വളരെ കൃത്യമായ ആ ഒരു ഗ്രൂപ്പ് ചാറ്റിനകത്ത് പറയുന്നൊരു വരിയുണ്ട്: നമ്മൾ കൂട്ടായാണ് ഒരാളെ ആക്രമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മേലെ കേസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൃത്യമായി നമ്മളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇത് എവിടുന്നാണ് വരുന്നത്? സോഷ്യൽ മീഡിയ സ്പേസസിലൊക്കെ പലപ്പോഴും ഒരു മോബായിട്ട് ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കില്ല എന്ന് ഇവരെവിടെയോ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് സ്പേസിൽ നിന്നോ അല്ലെങ്കിൽ ചില ചർച്ചകളിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ആർജിച്ചെടുക്കുന്ന ഒരു അറിവ്, ഇപ്പം പല വിധത്തിലുള്ള ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമകളിൽ നിന്നൊക്കെ ഗൺസിനെ പറ്റി അറിയുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഗൺസ് ഉപയോഗിച്ചാൽ എത്ര റേഞ്ചിൽ ഒരാൾ മരണപ്പെടും, അല്ലെങ്കിൽ എത്ര റേഞ്ചിൽ ഈ പറഞ്ഞ ബുള്ളറ്റ് തുളഞ്ഞ് പുറത്തേക്ക് വരുമെന്നൊക്കെയാണ് ഒരു കുട്ടി ചിന്തിക്കുന്നതെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് നിനക്ക് അതിന് മാത്രം അതിനെ ഫാസിനേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിനക്ക് അവൾക്കോ അവനോ എന്തുകൊണ്ടാണ് ബ്ലഡ്, വയലൻസ്, അല്ലെങ്കിൽ ഒരാളുടെ വേദന ഒരാൾ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നതെന്ന് വരുന്നൊരവസ്ഥ ഉണ്ടാവും, ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഈ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചില കുട്ടികൾ, ഒരു 16-നും 20-നൊക്കെ ഉള്ള കുട്ടികൾ, ഒരാവശ്യമില്ലാതെ ജീവികളെയൊക്കെ കല്ലെറിയും, വേദനിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എന്തായിരിക്കും അതിൻ്റെ പിന്നിലത്തെ ഒരു കാര്യമെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തായിരിക്കും അവരതിന് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ജോയാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന്. ഇവിടെ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ സ്പാർക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങിങ്ങൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ആ കുട്ടികൾ എവിടെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളെ വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്, അവരോട് സംസാരിക്കുകയാണ് വേണ്ടത്. അവരെന്താണ് ഇങ്ങനെ മാറുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെയുള്ള എല്ലാവിധത്തിലുള്ള ഒരു പ്രകടനവും അവർ കാണിക്കുന്നുണ്ട്. അവർ ഡെയിലി ലൈഫിൽ അത് നമ്മളോട് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് നമ്മളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പം മാർക്കോനെ എല്ലാവരും, അല്ലെങ്കിൽ മാർക്കോയിലെ വയലൻസ് ആണ് ഇതിൻ്റെ എല്ലാം കാരണം, മാർക്കോ റിലീസായതാണ് കുട്ടികളിൽ ഇങ്ങനെ ആക്രമണം ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോഴും ഇതിനു മുമ്പും ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഇങ്ങനെ ഈ വിധത്തിലുള്ള സിനിമകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ അത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങി, കുറച്ചുകൂടി അതിനെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി, വളരെയധികം നന്ദി.